നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ കുട്ടികൾ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഒന്ന് കോൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ എന്തിനാണ് അവർ ചോദിക്കുന്നത്? അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് മാത്രം വേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മൊബൈൽ കൈമാറാൻ സാധിക്കും. നമ്മുടെ മൊബൈലിലുള്ള മറ്റുള്ള ഒരു കാര്യം അവർക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ എങ്ങനെയാണ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ കൈമാറാൻ സാധിക്കുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുകയാണെങ്കിൽ ധൈര്യമായിട്ട് ആര് മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ധൈര്യമായിട്ട് കൊടുക്കാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്താണ് ആ ട്രിക്ക് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ തന്നെ ഒരു കാര്യം മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഒരാൾ മൊബൈൽ ചോദിച്ചു. ചിലപ്പോൾ യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കോൾ ചെയ്യാനായിരിക്കും. നമുക്ക് അദ്ദേഹത്തിനോട് എന്തിനാണ് നിങ്ങൾക്ക് മൊബൈൽ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം മാത്രം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിൻ ആപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പിൻ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു എഴുത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ സുഹൃത്ത് ചോദിക്കുന്നത് ആ സംഭവം മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബാണ് അല്ലെങ്കിൽ ഗൂഗിളാണ് അവർ ചോദിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കോൾ ചെയ്യാനാണ് നിങ്ങളുടെ മൊബൈൽ ചോദിക്കുന്നതെങ്കിൽ കോളിൻ്റെ ആ ഒരു ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം റീസെൻറ്റ് ബട്ടൺ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 3 വരെയുള്ള റീസെൻറ്റ് ബട്ടൺ. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു സംഭവം ചെറുതായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാകും. അതിൻ്റെ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പിൻ ദിസ് ആപ്പ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾക്ക് ഫോൺ കൈമാറാൻ സാധിക്കും. ഇനി അവർക്ക് മൊബൈൽ ഇങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ അവർക്ക് കോൾ ചെയ്യാം എന്നല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കോണ്ടാക്ട്സിൻ്റെ ഭാഗത്തൊക്കെ അവർക്ക് പോകാം. റീസെൻ്റ് നമ്മൾ കോൾ ചെയ്ത സംഭവങ്ങളൊക്കെ അവർക്ക് കാണാം. എന്നല്ലാതെ ഇതിൽ നിന്നും പുറത്ത് പോയിട്ട് അവർക്ക് നമ്മുടെ വാട്സപ്പോ നമ്മുടെ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള സംഭവങ്ങൾ ഒന്നും അവർക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കില്ല അവർക്ക്. ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പഴയതുപോലെ എങ്ങനെ ആക്കാം എന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ റീസെൻറ്റ് ബട്ടൺ, നേരത്തെ നമ്മൾ റീസെൻറ്റ് ബട്ടൺ പ്രസ് ചെയ്തിരുന്നു. ആ റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും രണ്ടും കൂടി ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ അവിടെ രണ്ടും കൂടി ലോങ് പ്രസ് ചെയ്യാണ്. ഉടനെ അത് അൺപിന്നായിട്ടുണ്ട്. അൺപിന്നായതിനു ശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ഇപ്പോൾ ബാക്ക് വരാൻ നമുക്ക് സാധിക്കും. നമുക്ക് പഴയതുപോലെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയുള്ള സംഭവം അവർക്കും അറിയുമെങ്കിലോ? അങ്ങനെ അറിഞ്ഞാൽ അവർക്കും ബാക്ക് ബട്ടണും റീസെൻറ്റ് ബട്ടണും പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നേരെ അൺപിന്ന് ചെയ്തിട്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കില്ലേ എന്ന്. എന്നാൽ അതിനും ചെറിയൊരു ട്രിക്ക് നമ്മുടെ സെറ്റിങ്സിൽ ചെയ്യാനുണ്ട്. വീണ്ടും നമുക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അതേ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഈ ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നേരത്തെ കണ്ട അതേ ഓപ്ഷൻ മോർ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിൻ ആപ്പ് എന്ന ഭാഗത്ത് ആ ഒരു എഴുത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഓൺ ചെയ്തിരുന്നു. അതിൻ്റെ താഴേക്ക് ഇവിടെ ഏറ്റവും താഴെ ആസ്ക് ഫോർ പാറ്റേൺ ബിഫോർ അൺപിന്നിങ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഓഫിലാണുള്ളത്. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളിപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കോളിൻ്റെ സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ, ഏതാണ് അവർ ആവശ്യപ്പെടുന്നത് അതാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അൺപിൻ ചെയ്യാൻ സാധിക്കില്ല. അൺപിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ പിൻ കോഡ് യൂസ് ചെയ്തേ പറ്റൂ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കോളിൻ്റെ ഭാഗം തന്നെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്ക് വന്നു. ഇവിടെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കോളിൻ്റെ ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ ദിസ് ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു. ഇപ്പോൾ ആ ഭാഗം പിൻ ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ഇപ്പോൾ കോൾ ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. ഓക്കെ, അവർക്ക് റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ക്ലിക്ക് ചെയ്താൽ ഇതിൽ നിന്ന് പുറത്തു പോകാമല്ലോ എന്നുള്ള ധാരണയിൽ അവർ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് അല്ലെങ്കിൽ പിൻ നമ്പർ ഇവിടെ ചോദിക്കും. അത് കൃത്യമായിട്ട് കൊടുക്കാതെ ഇതിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കില്ല. ഞാനിപ്പോൾ കൃത്യമായി കൊടുത്തത് കൊണ്ട് ഇപ്പോൾ എനിക്ക് പുറത്തു പോകാൻ സാധിച്ചു. ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ സുഹൃത്തുക്കൾക്കോ കുട്ടികൾക്കോ കൈമാറുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ കൈമാറാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും സേഫ് ആയിരിക്കും. എന്തിനാണ് നിങ്ങളുടെ മൊബൈൽ ചോദിച്ചത് ആ കാര്യം മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.